താഴെ ക്വസ്റ്റ്യൻസിൽ 2 ട്രയാങ്കിൾ തന്നിട്ടുണ്ട്. ഈ 2 ട്രയാങ്കിൾസിലെയും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ പി ക്യു ആറിലെയും എ ബി എന്ന സൈഡും ആർ ക്യു എന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ? കാരണം എന്താ, രണ്ടും 3 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഈ 2 ട്രയാങ്കിളിലെയും ആംഗിൾ എയും ആംഗിൾ ആറും ഈക്വൽ ആണ്. കാരണം എന്താണ്, രണ്ടും 50 ഡിഗ്രി ആണ്. അതുപോലെ ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും ഈക്വൽ ആണ്. കാരണം എന്താണ്, രണ്ടും 70 ഡിഗ്രി ആണ്. അപ്പോൾ ഒരു സൈഡ്, അതായത് 3 സെന്റിമീറ്റർ ഉള്ള സൈഡിന്റെ എൻസിലുള്ള ആംഗിൾസ് ആണ് 50 ഡിഗ്രിയും 70 ഡിഗ്രിയും 2 ട്രയാങ്കിൾസിലും അല്ലെ. 3 സെന്റിമീറ്റർ സൈഡും അതിന്റെ 2 എൻസിൽ അല്ലെങ്കിൽ അറ്റത്ത് 50 ഡിഗ്രി 70 ഡിഗ്രി ഉണ്ട് അല്ലെ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിലെയും ഒരു സൈഡും അതിന്റെ എൻസിലുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾസ് എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇൻ ഈക്വൽ ട്രയാങ്കിൾ സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലെ. അപ്പോൾ ഫസ്റ്റ് ഫിഗർ നോക്കൂ. ഫസ്റ്റ് ഫിഗറിൽ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, ബി സി ആണ്. സെക്കൻഡ് ഫിഗറിൽ 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, പി ക്യു ആണ് അല്ലെ. അപ്പോൾ ബി സിയും പി ക്യു എന്താണ്, ഈക്വൽ ആണ്. ബി സി ഈസ് ഈക്വൽ ടു പി ക്യു. കാരണം എന്താണ്, സൈഡ്സ് ഓപ്പോസിറ്റ് ടു 50 ഡിഗ്രി. ഫസ്റ്റ് ട്രയാങ്കിളിൽ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ആംഗിൾ ഏതാണ്, എ സി. സെക്കൻഡ് ട്രയാങ്കിളിൽ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്, ആർ പി അല്ലെ. അപ്പോൾ എ സി ഈസ് ഈക്വൽ ടു ആർ പി. കാരണം എന്താ, ദേ ആർ സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ 70 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാണ് കണ്ടല്ലോ. എ ബിയും ആർ ക്യൂവും ഈക്വൽ ആണ് അല്ലേ, കാരണം രണ്ടും 3 സെന്റിമീറ്റർ ആണ്. ബി സിയും പി ക്യൂവും ഈക്വൽ ആണ്. കാരണം എന്താണ്, 50 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ആണ്. പിന്നെ എ സിയും ആർ പിയും ഈക്വൽ ആണ്. കാരണം എന്താണ്, 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിലും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൽ ഒരു സൈഡ് തന്നിട്ടുണ്ട് 3 സെന്റിമീറ്റർ, രണ്ടിലും ഈക്വൽ ആയിട്ടുള്ള സൈഡ് ആണ് അല്ലേ. പക്ഷെ ആ സൈഡ്സിന് എൻസിലുള്ള ആംഗിൾസ് തന്നിട്ടില്ല അല്ലേ. ഫസ്റ്റ് ട്രയാങ്കിൾ 3 സെന്റിമീറ്ററിന്റെ എൻസിൽ 30 ഡിഗ്രി മാത്രമേ തന്നിട്ടുള്ളൂ, എന്നിലുള്ള ആംഗിൾ തന്നിട്ടില്ല, അത് കണ്ടുപിടിക്കണം. സെക്കൻഡ് ഫിഗറിൽ 2 ആംഗിൾസും തന്നിട്ടുണ്ട്. 3 സെന്റിമീറ്ററിന്റെ എൻസിലുള്ള 2 ആംഗിൾസ് 70 ഡിഗ്രിയും 30 ഡിഗ്രിയും തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഫസ്റ്റ് ട്രയാങ്കിളിൽ ഈ 3 സെന്റിമീറ്ററിലെ എൻഡിലുള്ള ആംഗിൾ എന്നു എന്താണ്, 70 ഡിഗ്രി ആണെങ്കിൽ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ആദ്യം ആംഗിൾ എൻ കാണാം. അതിനുവേണ്ടി നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ എന്താണ്, 180 ഡിഗ്രി ആണ് അല്ലേ. ട്രയാങ്കിൾ എൻ എൽ എമ്മിലെയും സം ഓഫ് ആംഗിൾസ് എന്തായിരിക്കും, 180 ഡിഗ്രി ആയിരിക്കും. ട്രയാങ്കിൾ എൻ എൽ എമ്മിലെ ആംഗിൾസ് ഏതൊക്കെയാണ്, ഒന്ന് 30 ഡിഗ്രിയാണ്, പിന്നെ ഒന്ന് 80 ഡിഗ്രിയാണ്, പിന്നെ ബാക്കിയുള്ള ആംഗിൾ എൻ ഈക്വൽ ടു 180 ഡിഗ്രി. 30 ഡിഗ്രി പ്ലസ് 80 ഡിഗ്രി എത്രയാണ്, 110 ഡിഗ്രിയാണ്. പ്ലസ് ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ എൻ കാണാം. അതിനുവേണ്ടി എന്ത് ചെയ്യണം, ഈ 110 ഡിഗ്രിയെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് 110 ഡിഗ്രിയെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 110 ഡിഗ്രി ആകും. സോ ആംഗിൾ എൻ ഈസ് ഈക്വൽ ടു 180 മൈനസ് 110. അതെത്രയാണ്, 70 ഡിഗ്രിയാണ് അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ എൻ എത്ര കിട്ടി, 70 ഡിഗ്രി കിട്ടി. ഓക്കെ, അപ്പോൾ ഈ 3 സെന്റിമീറ്ററിന്റെ 2 ട്രയാങ്കിളും 3 സെന്റിമീറ്ററിലെ എൻസിലുള്ള ആംഗിൾസ് ഏതൊക്കെ, 30 ഡിഗ്രിയും 70 ഡിഗ്രിയും അല്ലേ. അപ്പോൾ അതുകൊണ്ട് എന്ത് പറയാം, ഒരു സൈഡ് 3 സെന്റിമീറ്റർ എന്ന സൈഡ് രണ്ടിനും ഉണ്ട്, കൂടാതെ അതിന് എൻസിലുള്ള ആംഗിൾസും എന്താണ്, ഈക്വൽ ആണ്. 30 ഡിഗ്രിയും 70 ഡിഗ്രിയും വരുന്നുണ്ട്. അതുകൊണ്ട് ഈ 2 ട്രയാങ്കിൾസും എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലേ.
ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എൻ എൽ എമ്മും ട്രയാങ്കിൾ എക്സ് വൈ സെറ്റും ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. നമുക്കറിയാം ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് എന്താണ് ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്താണ് ഈക്വൽ ആണ്. അപ്പോൾ ഈ ട്രയാങ്കിൾ എൻ എൽ എമ്മിലെ എൽ എന്നും എക്സ് വൈയും ഈക്വൽ ആണ് അല്ലേ, കാരണം എന്താ രണ്ടും 3 സെൻറ്റിമീറ്റർ ആണ്. എൽ എൻ ഈസ് ഈക്വൽ ടു എക്സ് വൈ കാരണം ബോത്ത് ആർ 3 സെൻറ്റിമീറ്റർ. 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ഫസ്റ്റ് ട്രയാങ്കിളിൽ 70 ഡിഗ്രി ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എൽ എം ആണ്. സെക്കൻഡ് ട്രയാങ്കിളിൽ 70 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് വൈ സെറ്റ് ആണ് അല്ലേ. അപ്പോൾ എൽ എം ഈസ് ഈക്വൽ ടു വൈ സെറ്റ് എന്ന് എഴുതാം. കാരണം എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു 70 ഡിഗ്രി. ഇനി 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? ഫസ്റ്റ് ട്രയാങ്കിളിൽ അത് എൻ എം ആണ്. സെക്കൻഡ് ട്രയാങ്കിളിൽ 30 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? എക്സ് സെഡ് ആണ് അല്ലേ. അപ്പോൾ എൻ എം ഈസ് ഈക്വൽ ടു എക്സ് സെഡ്. കാരണം എന്താ? ദേ ആർ സൈഡ്സ് ഓപ്പോസിറ്റ് ടു 30 ഡിഗ്രി. ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ സൈഡ്സും ഈക്വൽ ആയിട്ടുള്ള സൈഡ്സും കണ്ടുപിടിച്ചില്ലേ. In the figure, a triangle is drawn by extending the top two sides and bottom sides of a pentagon with equal sides and angles. Are the sides of the small triangle on the left and sides of small triangles on the right the same length? Why? Are the left and right sides of larger triangles same length? Why? അതായത് താഴെ ഫിഗറിൽ ഒരു പെൻറ്റഗൺ കൊടുത്തിട്ടുണ്ട്. ഈ പെൻറ്റഗണിന്റെ സൈഡ്സും ആംഗിൾസും ഒക്കെ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പെൻറ്റഗൺ എന്ന റെഗുലർ പെൻറ്റഗൺ ആണ് അല്ലേ. അപ്പോൾ ഈ പെൻറ്റഗണിന്റെ ടോപ്പിലുള്ള രണ്ട് സൈഡ്സും എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്, ബോട്ടത്തിലുള്ള സൈഡും എക്സ്റ്റെൻഡ് ചെയ്തിട്ട് ഇതൊരു വലിയ ട്രയാങ്കിൾ ആക്കിയിട്ടുണ്ട്. വലിയ ട്രയാങ്കിളിനകത്ത് ലെഫ്റ്റ് സൈഡിൽ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്, റൈറ്റ് സൈഡിൽ ഒരു ചെറിയ ട്രയാങ്കിൾ ഉണ്ട്. ഈ രണ്ട് ട്രയാങ്കിൾസിന്റെയും സൈഡ്സ് ഒക്കെ ഈക്വൽ ആണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ ABCD എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഈ രണ്ട് ട്രയാങ്കിൾസ് നോക്കൂ. ഈ രണ്ട് ട്രയാങ്കിൾസിലെയും ആംഗിൾ PBCയും ആംഗിൾ DEQയും ഈ രണ്ട് ആംഗിൾസും എന്താണ് സെയിം ആയിരിക്കും. കാരണം എന്താണ്? ഈ റെഗുലർ പെൻറ്റഗണില്ലേ ABCDE, ഈ പെൻറ്റഗൺ ABCDEയുടെ ഔട്ടർ ആംഗിൾസ് ആണ് അല്ലേ. ഈക്വൽ സൈഡ്സ് ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ റെഗുലർ പെൻറ്റഗണിന്റെ ഔട്ടർ ആംഗിൾസ് ഒക്കെ സെയിം ആയിരിക്കുമല്ലോ. സോ ആംഗിൾ PBC ഈസ് ഈക്വൽ ടു ആംഗിൾ DEQ. ഓക്കെ, അതേപോലെ ആംഗിൾ BCPയും അടുത്ത ട്രയാങ്കിളിലെ ആംഗിൾ EDQവും എന്താണ് ഈക്വൽ ആയിരിക്കും. കാരണം എന്താണ്? അവയും എന്താണ് ഈ റെഗുലർ പെൻറ്റഗണിന്റെ ഔട്ടർ ആംഗിൾസ് ആണല്ലോ. നമുക്ക് ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാണ് റെഗുലർ പെൻറ്റഗൺ. റെഗുലർ പെൻറ്റഗണിന്റെ സൈഡ് എക്സ്റ്റെൻഡ് ചെയ്യും ഔട്ടർ ആംഗിൾസ് കിട്ടുക അല്ലേ. ഇതൊക്കെയാണ് ഔട്ടർ ആംഗിൾസ്. ഓക്കെ, അപ്പോൾ ഈ ഔട്ടർ ആംഗിൾസ് ഒക്കെ എന്തായിരിക്കും? റെഗുലർ പെൻറ്റഗൺ ആയതുകൊണ്ട് അത് സെയിം ആയിരിക്കും. ഓക്കെ, സോ ആംഗിൾ BCP ഈസ് ഈക്വൽ ടു ആംഗിൾ EDQ. കാരണം എന്താ? അവയും എന്താ സെയിം റീസൺ തന്നെയാണ്, ഔട്ടർ ആംഗിൾസ് ഓഫ് റെഗുലർ പെൻറ്റഗൺ ABCD. ഓക്കെ, ഇനി രണ്ട് ട്രയാങ്കിളിലെയും BC എന്ന സൈഡും ED എന്ന സൈഡ്, ഓക്കെ, ഈ BC എന്ന സൈഡും ED എന്ന സൈഡും എന്താണ് ഈക്വൽ ആണ്. കാരണം എന്താണ്? ഈ തന്നിട്ടുണ്ട് ഫിഗറിൽ ഈ പെൻറ്റഗണിന്റെ സൈഡ്സും ആംഗിൾസും ഒക്കെ ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സൈഡ്സ് ആണ് BCയും EDയും. അപ്പോൾ സൈഡ്സ് പരസ്പരം ഈക്വൽ ആയിരിക്കും അല്ലേ. സോ BC ഈസ് ഈക്വൽ ടു ED. കാരണം എന്താണ്? സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ ABCD. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ BPCയിലെയും ട്രയാങ്കിൾ EQDയിലെയും എന്താണ് ഒരു സൈഡ് ഈക്വൽ ആണ്. അതായത് BC എന്ന സൈഡും ED എന്ന സൈഡും ഈക്വൽ ആണ്. കൂടാതെ അവയുടെ എൻസ്, ഈ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന്റെ എൻസിലുള്ള ആംഗിൾ, അതായത് ആംഗിൾ PBCയും DEQയും ഈക്വൽ ആണ്. അതേപോലെ ആംഗിൾ BCPയും ആംഗിൾ EDQയും ഈക്വൽ ആണ്. അതുകൊണ്ട് എന്താണ്? ട്രയാങ്കിൾ BPCയും ട്രയാങ്കിൾ EQDയും എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഓക്കെ.
ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇൻ ഈക്വൽ ട്രയാങ്കിൾ സൈഡ് എല്ലാ സൈഡ്സും എന്താ പരസ്പരം ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പം നമുക്ക് എന്ത് പറയാം, സോ സൈഡ്സ് ഓഫ് ട്രയാങ്കിൾ ബി പി സി ആൻഡ് ട്രയാങ്കിൾ ഇ ക്യു ഡി ആർ ഓൾസോ ഈക്വൽ. അതല്ലേ, റൈറ്റിലെയും ലെഫ്റ്റിലെയും സ്മോൾ ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് എന്താണ്, ട്രയാങ്കിൾ ബി പി സിയും ട്രയാങ്കിൾ ഇ ക്യു ഡി ആണ്. അപ്പോൾ അവയുടെ സൈഡ്സ് പരസ്പരം ഈക്വൽ ആയിരിക്കും എന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ, ആർ ദ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് സൈഡ്സ് ഓഫ് ലാർജ് ട്രയാങ്കിൾ ദ സെയിം ലെങ്ത് വൈ. അതായത് ഈ വലിയ ട്രയാങ്കിളിൻ്റെ ട്രയാങ്കിൾ എ പി ക്യു, അതായത് ഈ വലിയ ട്രയാങ്കിൾ എ പി ക്യു, ഈ എ പി ക്യുവിൻ്റെ സൈഡ്സ് എ പി എന്ന സൈഡും എ ക്യു എന്ന സൈഡ് ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. ലെഫ്റ്റും റൈറ്റും സൈഡ്സ് എ പിയും എ ക്യു അല്ലേ, അതായത് ഈ സൈഡും ഈ സൈഡും ഈക്വൽ ആണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം അല്ലേ. അപ്പം അതിനു വേണ്ടി ആദ്യം നമുക്ക് ഈ ബി പി ഇല്ലേ, ഈ ബി പിയും ഇ ക്യുവും ഈക്വൽ ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് ഈക്വൽ ആണോ, ബി പിയും ഇ പി ഈക്വൽ ആണോ, ഈക്വൽ ആണ്. കാരണം എന്താണ്, ട്രയാങ്കിൾ ബി പി സിയും ട്രയാങ്കിൾ ഇ ക്യുയുടെയും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്തു. അപ്പോൾ അവയിലെ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ ബി പിയും ഇ ക്യുവും അല്ലേ. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ആണ് ആംഗിൾ ബി സി പിയും ആംഗിൾ ഇ ഡി ക്യുവും അല്ലേ. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും അല്ലേ. അപ്പോൾ ബി പിയും ഇ ക്യുവും ഈക്വൽ ആണ്. ബി പി ഇസ് ഈക്വൽ ടു ഇ ഡി ക്യു. കാരണം എന്താണ്, ദേ ആർ sides opposite to equal angles BCP and angle EDQ. നമുക്ക് എന്താ പ്രൂവ് ചെയ്യേണ്ടത്, എ പിയും എ ക്യുയും ഈക്വൽ ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ. എ പി എന്ന് പറയുന്നത് ഈ ബി പിയും എ ബിയും കൂടി കൂടിയതാണ് അല്ലേ. എ ക്യു എന്ന് പറയുന്നത് എ ഇയും ഇ ക്യുവും കൂടി കൂടുമ്പോഴാണ്. എ ഇയും എ ബിയും ഈക്വൽ ആണ്, എ ബിയും എ ഇയും ഈക്വൽ ആണ്. കാരണം എന്താവുക, റെഗുലർ പെൻറ്റഗണായ എ ബി സി ഡിയുടെ സൈഡ്സ് ആണ്. അപ്പോൾ ആ സൈഡ്സ് ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. സോ എ ബി ഈസ് ഈക്വൽ ടു എ ഇ, എ ബി ഈസ് ഈക്വൽ ടു എ ഇ. കാരണം എന്താണ്, ദേ ആർ സൈഡ്സ് ഓഫ് റെഗുലർ പെൻറ്റഗൺ എ ബി സി ഡി ഇ. ഓക്കെ, അപ്പോൾ എ പി എന്ന് പറയുന്നത് എന്താണ്, എ പി എന്ന് പറയുന്നത് എ ബി പ്ലസ് ബി പി ആണ് അല്ലേ. കാരണം നമുക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാക്കും, എ ബിയും ബി പിയും കൂടുമ്പോഴാണ് എ പി ഉണ്ടാവുന്നത് അല്ലേ. ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി എന്ന് പറയുന്നത് എ ഇ ആണ് നമ്മൾ കണ്ടല്ലോ, എ ബി ഈസ് ഈക്വൽ ടു എ ഇ. അപ്പോൾ എ ബിക്ക് പകരം എ ഇ എന്ന് കൊടുക്കുക, എ ഇ പ്ലസ് ബി പി ഈസ് ഈക്വൽ ടു ഇ ക്യു ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ ബി പിക്ക് പകരം ഇ ക്യു എന്ന് കൊടുക്കുക, ഇ ക്യു. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു എ ഇ പ്ലസ് ഇ ക്യു എന്ന് പറയുന്നത് എന്താണ്, ഇയും ഇ ക്യുവും കൂടുമ്പോഴാണ് എ ക്യു ഉണ്ടാകുന്നത് അല്ലേ. അപ്പോൾ എ ഇ പ്ലസ് ഇ ക്യു എന്ന് പറയുന്നത് എ ക്യു ആണ് അല്ലേ. അപ്പോൾ ഹെൻസ് വി പ്രൂവ്ഡ് എ പി ഈസ് ഈക്വൽ ടു എ ക്യു. All the sides of a triangle are equal to the sides of another triangle. Is the height from any side of one triangle to the opposite corner equal to the height from same side of the another triangle to the opposite corner y? Are the areas of the triangles are equal y? അതായത് രണ്ട് ഈക്വൽ സൈഡ്സ് ഉള്ള ട്രയാങ്കിൾസ് ഉണ്ട്. അതിൽ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു സൈഡിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ് അടുത്ത ട്രയാങ്കിളിലെയും ഈക്വൽ ആയിട്ടുള്ള സൈഡിൽ നിന്നും ഓപ്പോസിറ്റ് കോർണറിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റും ഈക്വൽ ആയിരിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിൻ്റെ കാരണം എഴുതാനും പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് രണ്ട് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് വരയ്ക്കാം. ഓക്കെ, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് ആസ്യൂം ചെയ്യാം. വിത്ത് എ ബി സിക്കൽ ടു പി ക്യു, ബി സി സിക്കൽ ടു ക്യു ആർ, എ സി സിക്കൽ ടു പി ആർ. ഈ സൈഡ്സ് ഒക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള ഈക്വൽ ട്രയാങ്കിൾസ്. നമുക്കെന്താ പ്രൂവ് ചെയ്യേണ്ടത്, ഇതിലേതെങ്കിലും ഒരു സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള കോർണറിലേക്ക് വരയ്ക്കുന്ന ഹൈറ്റ്. ഞാൻ ഈ ബി സി എന്ന സൈഡിൽ നിന്ന് ഓപ്പോസിറ്റ് കോർണറായ എയിലേക്ക് ഒരു ഹൈറ്റ് വരയ്ക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഞാൻ ഇ എന്ന് കൊടുക്കാൻ പോവാണ്. ഇനി അടുത്ത ട്രയാങ്കിളിൽ ബി സി എന്ന സൈഡിന് ഈക്വൽ ആയിട്ടുള്ള സൈഡ് ക്യു ആർ ആണല്ലോ. ക്യു ആർ എന്ന സൈഡിന്
ഓപ്പോസിറ്റ് ഉള്ള കോർണർ പി അല്ലേ, അപ്പോൾ പിയിൽ നിന്നും ക്യു ആറിലേക്ക് ഒരു ഹൈറ്റ് വരയ്ക്കാൻ പോവാണ്. ഇവിടെ ഞാൻ എസ് ഒന്ന് കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ് എയും പി എസും ഈക്വൽ ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് നോക്കാം. ഏതൊക്കെ? ട്രയാങ്കിൾ എ ബിയും ട്രയാങ്കിൾ പി ക്യു എസും നോക്കാം. ഈ ട്രയാങ്കിളിൽ ആംഗിൾ ബി എന്താണ്? എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ ആംഗിൾ ക്യൂ എന്താണ്? എക്സ് ആയിരിക്കും. കാരണം എന്താണ്? ട്രയാങ്കിൾ എ ബി സി, വലിയ ട്രയാങ്കിൾ എ ബി സിയും വലിയ ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ അവയിലെ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് എന്ത്? ഈ എ സിയും പി ആറും. എ സിയും പി ആറും ഈക്വൽ ആണെന്ന് നമുക്കറിയാം. അപ്പോൾ അവയ്ക്ക് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ്, ഈ വലിയ ട്രയാങ്കിളിലെ ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ആണ് എന്ത്? ആംഗിൾ ബിയും ആംഗിൾ ക്യൂവും അല്ലേ. അപ്പോൾ ആംഗിൾ ബി എക്സ് ആണെങ്കിൽ ആംഗിൾ ക്യൂ എന്താണ്? എക്സ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ആംഗിൾ ബി ഇസ് ഈക്വൽ ടു ആംഗിൾ ക്യൂ ഇസ് ഈക്വൽ ടു എക്സ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതേപോലെ ആംഗിൾ എ ഇ ബി എന്താണ്? ആംഗിൾ എ ഇ ബി 90 ഡിഗ്രിയാണ്. അതേപോലെ ആംഗിൾ പി എസ് ക്യൂവും 90 ഡിഗ്രിയാണ്. കാരണം എന്താണ്? ഇവ ഹൈറ്റ്സ് അല്ലേ വരച്ചിട്ടുള്ളത്. എ ഇയും പി എസും നമ്മൾ എന്താണ്? പെർപെൻഡിക്കുലേഴ്സ് ആണ് വരച്ചിട്ടുള്ളത് ഓപ്പോസിറ്റ് കോർണറിൽ നിന്നും അല്ലേ. ആംഗിൾ എ ഇ ബി ആൻഡ് ആംഗിൾ പി എസ് ക്യൂ എത്രയാണ്? 90 ഡിഗ്രിയാണ്. ബാക്കിയുള്ള ആംഗിൾ എന്തായിരിക്കും? ആദ്യത്തെ ട്രയാങ്കിൾ എ ബിയിൽ ബാക്കിയുള്ള ആംഗിൾ ബി എ ഇ അല്ലേ. രണ്ടാമത്തെ ട്രയാങ്കിൾ പി ക്യു എസിൽ ബാക്കിയുള്ള ആംഗിൾ ക്യു പി എസ് അല്ലെ. ഈ രണ്ട് ആംഗിളും എന്തായിരിക്കും? നമുക്കറിയാം സം ഓഫ് ആംഗിൾസ് ഓഫ് എ ട്രയാങ്കിൾ 180 ഡിഗ്രിയാണ്. ഇൻ ട്രയാങ്കിൾ എ ബി സം ഓഫ് ആംഗിൾസ് ഈക്വൽ ടു എന്താണ്? 180 ഡിഗ്രിയാണ്. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഇയിലെ സം ഓഫ് ആംഗിൾസ് ഒന്ന് എക്സും ഒന്ന് 90 ഡിഗ്രിയാണ് അല്ലേ. എക്സ് പ്ലസ് 90 ഡിഗ്രി പ്ലസ് ബാക്കിയുള്ളതാണ് ആംഗിൾ ബി എ ഇ ഈസിക്കൽ ടു എന്താണ്? 180 ഡിഗ്രി. ഇതിൽ നിന്ന് നമുക്ക് ആംഗിൾ ബി എ കാണാം. അതിന് വേണ്ടി എന്ത് ചെയ്യണം? ഈ എക്സിനെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ പ്ലസ് എക്സിനെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് എക്സ് ആവും. പിന്നെ 90 ഡിഗ്രിയെയും ഇവിടെ ആഡ് ചെയ്തേക്കാണ്. അപ്പോൾ പ്ലസ് 90 ഡിഗ്രിയെ ഇക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ മൈനസ് 90 ഡിഗ്രി ആവും. സോ ആംഗിൾ ബി എ ഈസിക്കൽ ടു 180 ഡിഗ്രി മൈനസ് 90 ഡിഗ്രി മൈനസ് എക്സ്. ഡിഗ്രി മൈനസ് 90 ഡിഗ്രി 90 ഡിഗ്രിയാണ്. പിന്നെ ഒരു മൈനസ് എക്സ് അല്ലേ. അപ്പോൾ ആംഗിൾ ബി എ എന്ന് പറയുന്നത് എന്താണ്? 90 ഡിഗ്രി മൈനസ് എക്സ്. അപ്പോൾ അതേപോലെ തന്നെ അല്ല ട്രയാങ്കിൾ പി ക്യു എസിലെ ആംഗിൾസ് ഒന്ന് എക്സും ഒന്ന് 90 ഡിഗ്രിയാണ്. അപ്പോൾ ബാക്കിയുള്ള ആംഗിളും ഇതേപോലെ കാൽക്കുലേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? 90 ഡിഗ്രി മൈനസ് എക്സ്. ഓക്കെ, അപ്പോൾ സിമിലർലി ആംഗിൾ ക്യു പി എസ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് എക്സ്. കാരണം എന്ത്? സെയിം റീസൺ തന്നെ, സിമിലർലി എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബി ഇയിലെയും ട്രയാങ്കിൾ പി ക്യു എസിലെയും രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. എക്സും 90 ഡിഗ്രി മൈനസ് എക്സ് എന്ന രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ഈ രണ്ട് ആംഗിൾസ് ഏത് സൈഡിന്റെ എൻസിലാണ് വരുന്നത്? ഈ എ ബി എന്ന സൈഡിന്റെ എൻസിൽ, അതായത് പി ക്യു എന്ന സൈഡ്സിന്റെ എൻസിൽ അല്ലെ. അപ്പം എ ബി ഈസിക്കൽ ടു പി ക്യു ആണ് നമ്മൾ ഓൾറെഡി കണ്ടല്ലോ. നമ്മൾ അങ്ങനെയാണ് ട്രയാങ്കിൾ വരച്ചിട്ടുള്ളത്. ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ വരച്ചിട്ടുള്ളത്. ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആർ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സിയിലെയും ട്രയാങ്കിൾ പി ക്യു ആറിലെയും സൈഡ്സ് ആണ് എ ബിയും പി ക്യൂയും. അപ്പോൾ അവ ഓൾറെഡി നമ്മൾ ഈക്വൽ ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. എ ബി ഈസ് ഈക്വൽ ടു പി ക്യു അല്ലേ. അപ്പോൾ രണ്ട് സൈഡ്സ് ഈക്വൽ ആണ്. ട്രയാങ്കിൾ എ ബിയിലെയും ട്രയാങ്കിൾ പി ക്യു എസിലെയും ഒരു സൈഡ് ഈക്വൽ ആണ്. എ ബിയും പി ക്യു ഈക്വൽ ആണ്. കൂടാതെ ആ സൈഡിന്റെ എൻസിൽ വരുന്ന ആംഗിൾസ് ആണ് എക്സും 90 ഡിഗ്രി മൈനസ് എക്സും അല്ലേ. അപ്പോൾ രണ്ട് ആംഗിൾസും ഈക്വൽ ആണ് ആ സൈഡിന്റെ എൻസിൽ. അതുകൊണ്ട് ട്രയാങ്കിൾ എ ബി ഇ ആൻഡ് ട്രയാങ്കിൾ പി ക്യു എസ് ആർ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് എഴുതാം. ഓക്കെ, ഓക്കെ, അപ്പോൾ ട്രയാങ്കിൾ എ ബിയും ട്രയാങ്കിൾ പി ക്യു എസും എന്താണ്? ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്കറിയാം ഇൻ ഈക്വൽ ട്രയാങ്കിൾസ് സൈഡ്സ് ഓപ്പോസിറ്റ് ഈക്വൽ ആംഗിൾസ് ആർ ഓൾസോ ഈക്വൽ. ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ ആണ് അല്ലേ. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? എ ഇ. സെക്കൻഡ് ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് ഏതാണ്? പി എസ് അല്ലേ. അപ്പോൾ ഈ രണ്ട് സൈഡ്സും ഈക്വൽ ആയില്ലേ. കാരണം എന്താണ്? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും എന്താണ്? ഈക്വൽ ആണ് അല്ലേ. സോ എ ഇ ഈസ് ഈക്വൽ ടു പി എസ്. കാരണം എന്താണ്? സൈഡ്സ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾ എക്സ്.
ഓക്കെ, അപ്പോൾ എയും പി എസും അല്ലേ നമ്മൾ വരച്ചിട്ടുള്ള ഹൈറ്റുകൾ അല്ലേ. ഹെൻസ് വി പ്രൂവ് ഹൈറ്റ് ഫ്രം any side of one triangle to the opposite corner equal to height from same side of other triangle to the opposite corner. Okay. Second question, are the areas of triangles equal? ഏത് ട്രയാങ്കിൾസ്? ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു ആർ, ഈ രണ്ട് ട്രയാങ്കിൾസിൻ്റെയും ഏരിയ ഈക്വൽ ആണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്കറിയാം ഫസ്റ്റ് ട്രയാങ്കിൾ എ ബി സിൻ്റെ ഏരിയ എന്താ നോക്കാം. ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി, ഏരിയ ആണല്ലോ ഇക്വേഷൻ്റെ ഹാഫ് ഇൻറ്റു ബേസ് ഇൻറ്റു ഹൈറ്റ്, അല്ലെങ്കിൽ ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു perpendicular distance from opposite corner to that side. That is half into, നമുക്ക് ഇഷ്ടമുള്ള സൈഡ് എടുക്കാം. ഞാൻ ട്രയാങ്കിൾ എ ബി സിയിൽ ഞാൻ ബി സി എന്ന സൈഡാണ് എടുക്കുന്നത്. അപ്പോൾ ബി സി ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഓപ്പോസിറ്റ് കോർണർ ടു സൈഡ് അല്ലേ. ഞാൻ എടുത്ത സൈഡ് ബി സി ഇല്ല, അപ്പോൾ ബി സിയിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് അതേതാണ്? ബി സിൻ്റെ ഓപ്പോസിറ്റ് കോർണർ എ ആണ് അല്ലേ ട്രയാങ്കിൾ എ ബി സിയിൽ. അപ്പോൾ എയിൽ നിന്നും ബി സിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എ ഇ ആണ് അല്ലേ. സോ ഇൻറ്റു എ ഇ. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു, നമ്മൾ കണ്ടു ബി സിയും ക്യു ആറും ഈക്വൽ ആണ് അല്ലേ. നമ്മൾ കണ്ടല്ലോ ബി സി ഈസ് ഈക്വൽ ടു ക്യു ആർ എന്നല്ലേ നമ്മൾ എടുത്തിട്ടുള്ളത്. ഈക്വൽ ട്രയാങ്കിൾസ് ആയിട്ടല്ലേ വരച്ചിട്ടുള്ളത്, ട്രയാങ്കിൾ എ ബി സിയും ട്രയാങ്കിൾ പി ക്യു ആറും. അപ്പോൾ അതിൽ ഈക്വൽ ആയിട്ടുള്ള സൈഡ്സ് ആണ് ബി സിയും ക്യു ആറും. അപ്പോൾ ബി സിക്ക് പകരം ക്യു ആർ എന്ന് കൊടുക്കാം. ഇൻറ്റു, പിന്നെ നമ്മൾ ഇവിടെ കണ്ടു എക്ക് പകരം പി എസ് എന്ന് കൊടുക്കാമല്ലോ, കാരണം എ ഈസ് ഈക്വൽ ടു പി എസ് എന്ന് നമ്മൾ ഇതിൻ്റെ ഫസ്റ്റ് സെക്ഷനിൽ കണ്ടു അല്ലേ, സെയിം ക്വസ്റ്റ്യനിലെ. അപ്പോൾ എക്ക് പകരം പി എസ് എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു ക്യു ആർ എന്ന് പറഞ്ഞാൽ ഈ ട്രയാങ്കിൾ പി ക്യു ആറിലെ ഒരു സൈഡാണ് ക്യു ആർ എന്ന് പറയുന്നത്. പി എസ് എന്ന് പറയുന്ന ഈ സൈഡ് ക്യു ആർ എന്ന സൈഡിൽ നിന്നും അതിൻ്റെ ഓപ്പോസിറ്റ് കോർണറായ പിയിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് അല്ലേ. അപ്പോൾ ഹാഫ് ഇൻറ്റു ക്യു ആർ ഇൻറ്റു പി എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാഫ് ഇൻറ്റു സൈഡ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഓപ്പോസിറ്റ് വെർട്ടെക്സ് ടു ദാറ്റ് സൈഡ് എന്നാണ് അർത്ഥം അല്ലേ. അതായത് ട്രയാങ്കിൾ പി ക്യു ആറിൻ്റെ ഏരിയ അല്ലേ അങ്ങനെ പറഞ്ഞാൽ. സോ ദിസ് ഈസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രൂവ് ചെയ്തില്ലേ? എന്ത് പ്രൂവ് ചെയ്തു? ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഈസ് ഈക്വൽ ടു ഏരിയ ഓഫ് ട്രയാങ്കിൾ പി ക്യു ആർ.